ഹലോ. അപ്പോൾ നമ്മൾ ഹോട്ട് ടോപ്പിക്സ് നോക്കാൻ നമ്മൾ പറഞ്ഞില്ലേ, എക്സാമൊക്കെ എടുക്കാറായില്ലേ. അപ്പോൾ 30 ഹോട്ട് ടോപ്പിക്സ് നോക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. എത്രത്തോളം കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയില്ല, നോക്കാം. അപ്പോൾ ആദ്യത്തെ ടോപ്പിക്കായിട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് ഒളിമ്പിക്സ് ആണ്. മിക്കവാറും പേർക്കും ഡ്രൈ ആണ്, എന്നാലും നമുക്ക് ഇതിൽ കൂടെ ഒന്ന് പോയി വരാതെ പറ്റില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒളിമ്പിക്സിൻ്റെ ഒരു ചെറിയ ഹിസ്റ്ററി അല്ലെങ്കിൽ ബ്രീഫ് പോലെ പോയിട്ട് നമ്മുടെ ലേറ്റസ്റ്റ് ഒളിമ്പിക്സിൻ്റെ നേട്ടങ്ങളും കൂടി പറഞ്ഞിട്ട് ഒന്ന് ഒതുക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ ജൂൺ 23-നാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഇത് എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കായിക ലോകത്തിൻ്റെ ഐക്യവും അതേപോലെ ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഐക്യവും ഒക്കെ മുന്നോട്ട് കൊണ്ടുവരുന്ന രീതിയിൽ, അതുപോലെ കായിക നേട്ടങ്ങളും ഓരോ രാജ്യത്തിൻ്റെ കായിക നേട്ടങ്ങളും ഒക്കെ മുന്നോട്ട് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഒരു പ്രതീകമായിട്ട് ആചരിക്കുന്ന ഒരു ഇതാണ് നമ്മുടെ ജൂൺ 23-ന് ഒളിമ്പിക് ദിനം. ഇനി അതിൻ്റെ ഒരു ചരിത്രം നമുക്ക് നോക്കാം. പുരാതന ഗ്രീസിലെ ഉത്ഭവം മുതൽ ഇന്നത്തെ ആഗോള ഇവൻ്റ് വരെയുള്ള ഒരു ചരിത്രം നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ പുരാതന ഒളിമ്പിക് ഗെയിംസ്, അതിൻ്റെ ഉത്ഭവവും പ്രാധാന്യവും നമുക്ക് നോക്കാം. ഒളിമ്പിക് ഗെയിംസിൻ്റെ വേരുകൾ BC 776-ൽ ഗ്രീസിലെ ഒളിമ്പിയയിൽ നിന്നാണ്. അപ്പോൾ ഇതാണ് BC 776-ൽ ഗ്രീസിലെ ഒളിമ്പിയയിൽ. ആദ്യകാലങ്ങളിൽ എന്തൊക്കെയായിരുന്നു മത്സരങ്ങൾ? അതിൻ്റെ ഗ്രീക്ക് മതപരവും സാംസ്കാരികമായിട്ടുള്ള പാരമ്പര്യങ്ങളിൽ ആഴത്തിൽ ഉൾച്ചേർന്ന് നിന്നിട്ടുള്ള ചില മത്സരങ്ങളായിരുന്നു ആദ്യമായിട്ട് നടത്തിക്കൊണ്ടിരുന്നത്. അതുകൂടാതെ ഈ ഗ്രീക്കിലെ ഒരു ദൈവമായിട്ടുള്ള സിയൂസിനെ ബഹുമാനിക്കുന്നതിന് പരമായിട്ടാണ് ആദ്യം നമ്മൾ ഒളിമ്പിക്സ് ആചരിക്കുകയല്ല, എന്താ പറയുക, അത് ആഘോഷിക്കപ്പെട്ടിരുന്നത് എന്ന് പറയാം. അപ്പോൾ അതിൽ തന്നെയുള്ള വിവിധ നഗര സംസ്ഥാനങ്ങളിൽ നിന്നിട്ടുള്ള അത്ലറ്റുകളുടെ ഓട്ടം, അതുപോലെ ഗുസ്തി, പിന്നെ രഥ ഓട്ടം എന്നീ ഇനങ്ങളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ BC 776-ൽ ഗ്രീസിലെ ഒളിമ്പിയയിൽ സിയൂസിനെ ബഹുമാനിക്കുന്ന തരത്തിൽ അത് സമർപ്പിക്കപ്പെട്ടു. പിന്നെ അത്ലറ്റുകൾ ഓട്ടം, ഗുസ്തി, രഥോട്ടം ഈ ഇനങ്ങളൊക്കെയിൽ മത്സരിച്ചു. ഈ വിജയികളായിട്ടുള്ള അത്ലറ്റുകൾക്ക് എന്ത് കൊടുത്തു? ഒലീവ് റീത്ത് ആണ് കൊടുത്തിരുന്നത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അന്തസ്സിൻ്റെ പ്രതീകമായിട്ടായിരുന്നു ഒലീവ് റീത്ത് എന്ന് കണക്കാക്കിയിരുന്നത്. അത് കൊടുത്തു വിജയികളെ പ്രശംസിച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രധാന പ്രത്യേകതകൾ നമുക്ക് നോക്കാം. പുരാതന ഒളിമ്പിക് ഗെയിംസ് 5 ദിവസം നീണ്ടുനിന്ന ഒരു ഘടനാപരമായ ഫോർമാറ്റ് പിന്തുടർന്നു. അപ്പോൾ 5 ദിവസമായിരുന്നു അതിൻ്റെ ഒരു സ്ട്രക്ചർ. അതിൽ കാൽനട ഓട്ട മത്സരം ഉണ്ടായിരുന്നു. പിന്നെ പങ്ക്രേഷൻ എന്ന് പറഞ്ഞാൽ ഗുസ്തിയും അതുപോലെ ബോക്സിങ്ങിൻ്റെയൊക്കെ ഒരു മിക്സ്ഡ് വേർഷനാണ് പങ്ക്രേഷൻ. പിന്നെ രഥ ഓട്ട മത്സരങ്ങൾ, ഇങ്ങനത്തെ മത്സരങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. പിന്നെ ഇത് പൊതുവേ കായിക മികവിനെ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല, ഗ്രീസിലുടനീളം രാഷ്ട്രീയവും അതുപോലെ സാംസ്കാരികപരമായിട്ടുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയൊക്കെ ചെയ്തു. ഇനി ഇതിന് ശേഷം ഒളിമ്പിക്സിനൊരു തകർച്ചയുണ്ടായി. അതായത് ഈ പുരാതന ഒളിമ്പിക്സിനൊരു തകർച്ച. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ വിപ്ലവങ്ങളും അതുപോലെ തന്നെ ക്രിസ്തു മതത്തിൻ്റെ ഉദയവുമാണ് ഇതിന് കാരണമായിരുന്നത്. അപ്പോൾ ഇതൊരു പുരാതനമായിട്ടുള്ള ഒരു ആചാരമായിട്ട് അവർ കണക്കാക്കി. അങ്ങനെ AD 393-ൽ തിയോഡോഷ്യസ് ഒന്നാമൻ ചക്രവർത്തി ഗെയിംസിനെ ഔദ്യോഗികമായിട്ട് നിർത്തലാക്കി. അപ്പോൾ AD 393-ൽ തിയോഡോഷ്യസ് ഒന്നാമൻ ചക്രവർത്തി ഗെയിംസിനെ ഔദ്യോഗികമായിട്ട് നിർത്തലാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പിയറി ഡി കൂബർട്ടീൻ എന്നെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അത് ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവ് നമ്മൾ അറിയപ്പെടുന്ന പിയറി ഡി കൂബർട്ടീൻ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഈ സമാധാനവും ഐക്യവും പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ആഗോള കായിക പരിപാടി വിഭാവനം ചെയ്തു. അങ്ങനെ നമ്മുടെ ഒളിമ്പിക്സ് പുനരുജ്ജീവിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ, അതായത് പുരാതന ഒളിമ്പിക്സ് 776 BC, ആധുനിക ഒളിമ്പിക്സ് അപ്പോൾ എപ്പോഴാണ്? 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടിയാണ്. അപ്പോൾ 1896-ൽ ഏതൻസിൽ നടന്ന ആദ്യത്തെ ആധുനിക ഒളിമ്പിക് ഗെയിംസോടെയാണ് ഇത് യാഥാർത്ഥ്യമാക്കിയത്. ആര്? പിയറി ഡി കൂബർട്ടീൻ. ഇനി ഇതിനെ തുടർന്ന് ഈ ആധുനിക ഒളിമ്പിക് പ്രസ്ഥാനത്തിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയും അവരുടെ സംഘാടനവും ഈ പിൽക്കാലത്ത് ഒളിമ്പിക്സിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി.
പിന്നെ ക്രമേണ ലോകത്തിൻ്റെ പല കോണങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ കായിക താരങ്ങളൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ ഒളിമ്പിക്സിനെ ഇത്തിരിയും കൂടി ഫേമസ് ആക്കി മാറ്റി. ഇനി അടുത്തത് ഒളിമ്പിക് ചിഹ്നവും മുദ്രാവാക്യവും. അപ്പോൾ 1896 ഏതൻസിലാണ് ആധുനിക ഒളിമ്പിക്സ് തുടക്കം കുറിച്ചത്. അതിനുശേഷം 1913 പിയറി ഡി കുബർട്ടിൻ ഒളിമ്പിക് വളയങ്ങൾ ഈ ഗെയിംസിനെ തിരിച്ചറിയാവുന്ന രീതിയിൽ ചിഹ്നങ്ങളാക്കി മാറ്റി. അതായത് വെള്ള പശ്ചാത്തലത്തിൽ നീല, മഞ്ഞ, കറുപ്പ്, പച്ച, ചുവപ്പ് നിറങ്ങളിലെ 5 പരസ്പരം ബന്ധിച്ച വളയങ്ങൾ ജനവാസമുള്ള 5 ഭൂഖണ്ഡങ്ങളെയും ലോകമെമ്പാടുമുള്ള കായിക താരങ്ങളിലെ ഐക്യത്തെയും പ്രതിനിധീകരിച്ചു. ഇനി ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, ഈ വളയങ്ങളുടെ കാര്യം. ഇനി ഇതിലൊരു മുദ്രാവാക്യം അന്ന് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് സിറ്റിയസ് അൾട്ടിയസ് ഫോർട്ടിയസ്. സിറ്റിയസ് അൾട്ടിയസ് ഫോർട്ടിയസ്. അതിൻ്റെ അർത്ഥം വേഗതയുള്ളതും ഉയർന്നതും ശക്തവും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് 1894 അവതരിപ്പിച്ചിട്ടുള്ള ഒരു മോട്ടോ ആണ്. ഇത് 2021 ഇത് പരിഷ്കരിച്ചു. അതാണ് സിറ്റിയസ് അൾട്ടിയസ് ഫോർട്ടിയസ് കമ്മ്യൂണിറ്റർ. സിറ്റിയസ് അൾട്ടിയസ് ഫോർട്ടിയസ് കമ്മ്യൂണിറ്റർ. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ വേഗതയുള്ളതും ഉയർന്നതും ശക്തവും, കൂടാതെ ഈ കമ്മ്യൂണിറ്ററിൻ്റെ അർത്ഥം ഒരുമിച്ച് എന്നാണ്. ഇനി ഇത് കൂടാതെ ഇതിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് മോസ്കോ ഒളിമ്പിക്സിൽ സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനെ ആക്രമിച്ച് പ്രതിഷേധിച്ച് US നേതൃത്വം ബഹിഷ്കരിച്ചു. ഇത് ഞാൻ വെറുതെ വായിച്ചു പോവുകയാണ് കുറച്ച് കാര്യങ്ങൾ. പിന്നെന്താണ്, ഉത്തേജക മരുന്ന് വിവാദങ്ങളുണ്ടായിരുന്നു. അതായത് കിഴക്കൻ ജർമ്മൻ സർക്കാരൊക്കെ ഉത്തേജക മരുന്നുകളൊക്കെ സ്പോൺസർ ചെയ്തു. പിന്നെ റഷ്യൻ ഉത്തേജക മരുന്ന് വിവാദങ്ങളുണ്ടായിരുന്നു. 2018 ഈ റഷ്യൻ ടീമിന് വിലക്കുണ്ടായിരുന്നു. പിന്നെ അഴിമതി കേസുകളൊക്കെ ഉണ്ടായിരുന്നു. 2002 സാൾട്ട് ലേക്ക് സിറ്റി വിൻ്റർ ഒളിമ്പിക്സിലെ ലേല പ്രക്രിയയിൽ കൈക്കൂലി. പിന്നെ ഇതുകൂടാതെ പാരിസ്ഥിതികമായിട്ടും സാമ്പത്തികമായിട്ടുള്ള കുറച്ച് ആശങ്കകളുണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്ന് നോക്കിയാൽ 2016 റിയോ ഒളിമ്പിക്സ് ആയിരക്കണക്കിന് താമസക്കാരെ കുടിയിറക്കാൻ കാരണമായി. റിയോ ഒളിമ്പിക്സിൽ 2016 കുറേ ആൾക്കാർ ഒഴിപ്പിക്കാൻ കാരണമായി. അപ്പോൾ ഇത് പ്രതിഷേധങ്ങൾക്ക് കാരണമായി. പിന്നെ ഗ്രീസിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായത് 2004 ഏതൻസ് ഒളിമ്പിക്സ് ആണ്. അപ്പോൾ അങ്ങനെ അവർക്ക് അതൊരു സാമ്പത്തിക ബാധ്യത സൃഷ്ടിച്ചു. പിന്നെ $50 മില്യൺ ചെലവിട്ട 2014 സോച്ചി വിൻ്റർ ഒളിമ്പിക്സ് ആതിഥേയത്വം വഹിക്കുന്നതിൻ്റെ സുസ്ഥിരതയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തി. അപ്പോൾ കൂടുതൽ കാശ് വരുന്ന രാജ്യങ്ങൾക്ക് പിൽക്കാലത്ത് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളും ഒക്കെ ഈ നമ്മുടെ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിൽ പെട്ടതാണ്. പിന്നെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു ഉത്തേജക മരുന്നിനെ നേരിടാൻ വേണ്ടിയിട്ട് പിന്നെ കുറേ ശ്രമങ്ങൾ വന്നു. അതാണ് ഉത്തേജക മരുന്ന് ഉപയോഗിക്കുന്നതിനെ ചെറുക്കുന്നതിന് IOC 1999 വേൾഡ് ആൻറ്റി ഡോപ്പിംഗ് ഏജൻസി അഥവാ വാഡ 1999 വേൾഡ് ആൻറ്റി ഡോപ്പിംഗ് ഏജൻസി വാഡ സ്ഥാപിച്ചു. കർശനമായി ആൻറ്റി ഡോപ്പിംഗ് നടപടികൾ അവതരിപ്പിച്ചു. സാമ്പത്തികവും പാരിസ്ഥിതികവുമായിട്ടുള്ള ആശങ്കകൾക്കുള്ള പ്രതികരണമായി സുസ്ഥിരതയും ചെലവ് കുറഞ്ഞ ഹോസ്റ്റിംഗ് തന്ത്രങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരു അജണ്ട 2020 ആരംഭിച്ചു. അങ്ങനെ 2024 പാരീസ് ഒളിമ്പിക്സ് വരെയുള്ള ആ കാര്യങ്ങളൊക്കെ അതിൽ സുസ്ഥിര പതിപ്പാക്കാനും അതുപോലെ കാർബൺ ന്യൂട്രാലിറ്റി, അതുപോലെ 95% വേദികൾ ഉപയോഗപ്പെടുത്തുക, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളായിരുന്നു അജണ്ട 2020 എന്ന് പറഞ്ഞ ആ ഒരു പരിപാടിയിൽ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇന്ത്യയിലെ ഒളിമ്പിക് അഡ്മിനിസ്ട്രേഷനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ IOA. 1927 നമ്മുടെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ സ്ഥാപിതമായത്. 1927 ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ സ്ഥാപിതമായി. ഇത് നമ്മുടെ ദേശീയ കായിക ഫെഡറേഷനുമായിട്ട് ഏകോപിപ്പിച്ചിട്ട് കുറച്ച് ഉത്തരവാദിത്തങ്ങൾ ഇവർക്കുണ്ട്. അപ്പം അങ്ങനെ അതിൽ നിന്നും അത്ലറ്റുകളെ തിരഞ്ഞെടുക്കുവാനും അവരെ പഠിപ്പിക്കാനും ഗ്രൂം ചെയ്യാനും അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യയിലെ ഒളിമ്പിക് അഡ്മിനിസ്ട്രേഷൻ. അവരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം. അത്ലറ്റ് തിരഞ്ഞെടുപ്പും പരിശീലനവും സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി അഥവാ സായ്
സഹകരിച്ച് കർശനമായ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. സ്പോർട്സ്മാൻഷിപ്പ് പ്രോത്സാഹിപ്പിക്കലാണ് രണ്ടാമത്തത്. അതായത് ന്യായമായിട്ടുള്ള കളിയും ഒളിമ്പിക് മൂല്യങ്ങളുടെ ആദരവും വളർത്തിയെടുക്കാനായിട്ടുള്ള കുറച്ച് അവബോധ പരിപാടികളൊക്കെ നടത്തും. പിന്നെ ഫെഡറേഷനുമായിട്ടുള്ള സഹകരണം, അതായത് എല്ലാ തലത്തിലുള്ള സ്പോർട്സ് വികസിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ദേശീയ കായിക സംഘടനകളുമായി അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ഇന്ത്യൻ ഒളിമ്പിക് അഡ്മിനിസ്ട്രേഷൻ. പിന്നെ അന്താരാഷ്ട്ര പരിപാടികളൊക്കെ സംഘടിപ്പിക്കുക, അതായത് ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ് പോലുള്ള ആഗോള കായിക മത്സരങ്ങളിൽ ഇന്ത്യയിൽ നടത്തുന്നതിനും സംഘടിപ്പിക്കുന്നതിനും നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നതൊക്കെ ഈ IOAയുടെ പ്രധാന പ്രവർത്തനങ്ങളാണ്. അപ്പോൾ അത്ലറ്റിൻ്റെ തിരഞ്ഞെടുപ്പും പരിശീലനവും, സ്പോർട്സ്മാൻഷിപ്പ് പ്രോത്സാഹിപ്പിക്കൽ, ഫെഡറേഷനുകളുമായിട്ടുള്ള സഹകരണം, അന്താരാഷ്ട്ര പരിപാടികൾ സംഘടിപ്പിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇനി ഇന്ത്യയിലെ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചരിത്രത്തിലേക്ക് നമുക്ക് പോകാം. ആദ്യകാല പങ്കാളിത്തവും നേട്ടങ്ങളും, അതായത് 1900 മുതൽ ഒരു 1936 വരെയുള്ള ചരിത്രം. അതായത് ഇത്തിരി കൂടി എടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ആ ഒരു ഇന്ത്യയിലെ ചരിത്രം നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ 1900 പാരീസ് ഒളിമ്പിക്സ്. ഇന്ത്യൻ അത്ലറ്റായിട്ടുള്ള നോർമൻ പിച്ചാർഡ് അത്ലറ്റിക്സിൽ, അതായത് 200 മീറ്ററും 200 മീറ്റർ ഹർഡിൽസിലും വെള്ളി മെഡലുകൾ നേടി. ഇങ്ങനെ ഒളിമ്പിക്സിൽ മെഡൽ നേടിയിട്ടുള്ള ഒരു ആദ്യ ഇന്ത്യക്കാരനായിരുന്നു നോർമൻ പ്രിച്ചാർഡ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ചോദിച്ചാൽ നോർമൻ പ്രിച്ചാർഡായിരുന്നു ഒളിമ്പിക്സിൽ ആദ്യം മെഡൽ നേടിയ ഇന്ത്യക്കാരൻ. 1900 പാരീസ് ഒളിമ്പിക്സിലായിരുന്നു. അതിനുശേഷം ബ്രിട്ടീഷ് പതാകയ്ക്ക് കീഴിൽ തന്നെ ഇന്ത്യ ഒളിമ്പിക്സ് ഔപചാരികമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് എന്നാണെന്ന് വെച്ചാൽ 1920 അതെന്താണ്? ആൻറ്റ്വെർപ്പ് ഒളിമ്പിക്സ്. ഇനി ഇന്ത്യൻ അത്ലറ്റുകൾ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടാൻ തുടങ്ങിയത് 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിലാണ്. അപ്പോൾ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം ആദ്യത്തെ സ്വർണ്ണ മെഡൽ നേടി. അപ്പോൾ ഈ നമ്മുടെ പുരുഷ ഹോക്കി ടീം ആദ്യമായിട്ട് സ്വർണം നേടിയത് എന്നാണ്, അല്ലെങ്കിൽ ആദ്യമായിട്ട് മെഡൽ നേടിയത് എന്നാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിലായിരുന്നു. 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സ്. ഇതും സ്വാതന്ത്ര്യത്തിന് മുമ്പാണ്. 1928 എന്ന് കേൾക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. ഇനി അവരും പരാജയപ്പെടുത്തിയത് ആരെന്ന് വെച്ചാൽ നെതർലാൻഡ്സിനെയാണ്. 1932 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലും ഈ വിജയം ആവർത്തിച്ചു. അങ്ങനെ നമ്മുടെ കായിക രംഗത്ത് ഒരു ആധിപത്യം സ്ഥാപിക്കാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചു. അത് കഴിഞ്ഞിട്ട് 1936 ബെർലിൻ ഒളിമ്പിക്സിലും ഇതേപോലെ ഇന്ത്യക്ക് ഹോക്കി സ്വർണ്ണ മെഡൽ നേടുവാൻ സാധിച്ചു. അങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം? 1928, 1932, 1936 ഇന്ത്യക്ക് ഹോക്കി സ്വർണ്ണ മെഡൽ കിട്ടി. ഇനിയാണ് നമ്മുടെ 1947 അഥവാ സ്വാതന്ത്ര്യാനന്തരമായിട്ട് നടന്നിട്ടുള്ള മത്സരങ്ങളിലെ ഒരു ബ്രീഫ് നോക്കാം. 1948 മുതൽ 1980 വരെയുള്ള ചരിത്രം നമുക്ക് ഫസ്റ്റ് നോക്കാം. 1948 ഇന്ത്യ ആദ്യമായിട്ട് ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് മത്സരിച്ചത് അന്നായിരുന്നു. അത് ലണ്ടൻ ഒളിമ്പിക്സ് ആയിരുന്നു. 1948 ലണ്ടൻ ഒളിമ്പിക്സ്. അന്ന് ബ്രിട്ടീഷ് ടീമിനെ പരാജയപ്പെടുത്തി ഹോക്കിയിൽ 4ാമത്തെ സ്വർണം നേടി. അപ്പോൾ നമുക്കത് കണക്ട് ചെയ്യാം. 1947 നമ്മൾ ബ്രിട്ടീഷുകാരിൽ നിന്നുമാണ് സ്വതന്ത്രരായത്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് നമ്മൾ തീർത്തത് 1948 ആദ്യമായിട്ട് ഇന്ത്യ സ്വതന്ത്രമായിട്ട് മത്സരിച്ചപ്പോൾ ഹോക്കിയിൽ ബ്രിട്ടീഷ് ടീമിനെ പരാജയപ്പെടുത്തിയിട്ട് ഇന്ത്യക്ക് എത്രാമത്തെ സ്വർണം? 4ാമത്തെ സ്വർണം. അപ്പോൾ 1928, 32, 36, 48. അപ്പോൾ ഈ 48 ശ്രദ്ധിക്കുക. സ്വതന്ത്രമായിട്ട് കഴിഞ്ഞിട്ട് കിട്ടിയിട്ടുള്ള ആദ്യത്തെ മെഡലായിരുന്നു. അത് ലണ്ടൻ ഒളിമ്പിക്സിലായിരുന്നു. ഇനി 1952 ഹെൽസിങ്കി ഒളിമ്പിക്സ്. അതിലും നമ്മുടെ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ കിട്ടി. 5ാമത്തെ സ്വർണ്ണമായിരുന്നു. പിന്നെ ഇതിൽ മെയിനായിട്ട് നോക്കാനുള്ളത് KD ജാദവ് ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ വെങ്കല മെഡൽ നേടി. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ വ്യക്തിഗത മെഡൽ ഏതാണെന്ന് ചോദിച്ചാൽ ഈ KD ജാദവിൻ്റെ 1952 ഹെൽസിങ്കി ഒളിമ്പിക്സിൽ നേടിയ ആ ഒരു മെഡലായിരുന്നു. അത് എന്ത് മെഡലായിരുന്നു? വെങ്കല മെഡലായിരുന്നു. ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിലായിരുന്നു KD ജാദവ്.
കൂടാതെ നമ്മുടെ ഹോക്കി ടീമിന് 5ാമത്തെ സ്വർണ്ണ മെഡൽ കിട്ടുകയും ചെയ്തു 1982 ഹെൽസിങ്കി ഒളിമ്പിക്സ്. അത് കഴിഞ്ഞിട്ട് 1960 പിന്നെ KD ജാദവിന് പിന്നെയും കിട്ടി. പിന്നെ 1964 ടോക്കിയോ ഒളിമ്പിക്സ്, അങ്ങനെ അതിൽ ഇന്ത്യക്ക് 6ാമത്തെ സ്വർണ്ണ മെഡൽ കിട്ടി. പിന്നെ 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ ഇതിൽ ഇന്ത്യക്ക് മെഡലൊന്നും കിട്ടിയില്ല. ദെൻ 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സിലാണ് നമ്മുടെ ലിയാൻഡർ പേസ് വെങ്കല മെഡൽ നേടി. 44 വർഷത്തിനിടെ ഇന്ത്യയുടെ ആദ്യത്തെ വ്യക്തിഗത മെഡലായിരുന്നു അത്. പുരുഷ സിംഗിൾസ് ടെന്നീസിൽ ലിയാൻഡർ പേസ് വെങ്കല മെഡൽ നേടി. അപ്പോൾ നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കിയാലോ. ആദ്യം മുതലേ ഇവിടെ നിന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയേ. ആദ്യം 1990 പാരീസ് ഒളിമ്പിക്സിൽ നോർമൻ പ്രിച്ചാർഡ് ആദ്യമായിട്ട് ആഫ്റ്റർ നമ്മുടെ ഇന്ത്യക്കാരനായിട്ട് ഒരാൾ ഒരു മെഡൽ നേടിയതാണ് 1990 പാരീസ് ഒളിമ്പിക്സ്. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേറെ പഠിച്ചത് ഏതായിരുന്നു? ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം അല്ലേ. ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം ആദ്യത്തെ ഒരു സ്വർണ്ണ മെഡൽ നേടിയത് ഈ 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിലാണ്. കഴിഞ്ഞു 32, 36 നമുക്ക് എന്ത് കിട്ടി? ഹോക്കിയിൽ സ്വർണ്ണ മെഡൽ കിട്ടി. പിന്നെ 48 ആഫ്റ്റർ സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞിട്ട് ബ്രിട്ടീഷ് ടീമിനെ പരാജയപ്പെടുത്തിയിട്ട് ഹോക്കിക്ക് 4ാമത്തെ സ്വർണം കിട്ടി. 5ാമത്തെ സ്വർണം 1982. കൂടാതെ ഒരു പോയിന്റും കൂടി ഉണ്ടല്ലോ. ഏതാ അത്? നമ്മുടെ KD ജാദവ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഒരു വ്യക്തിക്ക് വ്യക്തിഗത മെഡൽ കിട്ടിയത്. KD ജാദവ് ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ വെങ്കല മെഡൽ നേടിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നോക്കിയത് ഏതായിരുന്നു? അത് കഴിഞ്ഞിട്ട് പിന്നെ ഹോക്കി ടീമിന് 6ാമത്തെ സ്വർണം 1964 ടോക്കിയോ ഒളിമ്പിക്സിൽ കിട്ടി. പിന്നെ 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സിൽ 44 വർഷത്തിനിടെ ഇന്ത്യയിൽ ആദ്യത്തെ ഒരു വ്യക്തിഗത മെഡൽ കിട്ടിയത് ലിയാൻഡർ പേസിനാണ്. അത് പുരുഷ സിംഗിൾസ് ടെന്നീസിന് 44 വർഷത്തിനിടെ ഇന്ത്യക്ക് ആദ്യമായിട്ടൊരു വ്യക്തിഗത മെഡൽ കിട്ടിയത്. അത് നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്. പിന്നെ നമ്മുടെ കൃത്രിമമായിട്ടുള്ള പുല്ലും പിന്നെ ഹോക്കിയുടെ പുതിയ പ്ലേ മെത്തേഡൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരിടക്ക് നമുക്ക് ഹോക്കിക്കൊക്കെ മെഡൽ കിട്ടണത് കുറഞ്ഞു. അത് കഴിഞ്ഞ് നമുക്കിനി പഠിക്കാനുള്ളതാണ് 2000 മുതൽ നമ്മുടെ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് നടന്ന ഒളിമ്പിക്സ് വരെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പം അതിന് മുമ്പത്തെ കാര്യങ്ങളൊന്നും വ്യക്തമെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ ഒന്നും കൂടി അത് റിവൈൻഡ് ചെയ്ത് കേട്ടാൽ മതി. ഇനി 2000 സിഡ്നി ഒളിമ്പിക്സിലെ ഭാരോദ്വഹനത്തിൽ വെങ്കലം നേടി ഒളിമ്പിക് മെഡൽ നേടിയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ വനിതയായിട്ട് കർണ മല്ലേശ്വരി മാറി. ഭാരോദ്വഹനത്തിൽ വെങ്കലം നേടിയിട്ട് ഇന്ത്യയിലെ ആദ്യ വനിതയായിട്ട് ഒളിമ്പിക് നേടുന്ന ആദ്യ വനിതയായിട്ട് കർണ മല്ലേശ്വരി മാറി. അത് 2000 സിഡ്നി ഒളിമ്പിക്സ് ആയിരുന്നു. ഇനി 2004 ഏതൻസ് ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ ഡബിൾ ട്രാപ്പ് ഷൂട്ടിങ്ങിൽ രാജവർദ്ധൻ സിംഗ് റാത്തോഡ് വെള്ളി മെഡൽ നേടി. ഹോക്കിക്ക് അപ്പുറം കായിക ലോകത്ത് ഇന്ത്യക്ക് വേറെ മേഖലകളിലും സാന്നിധ്യം ഉണ്ടെന്ന് ഉറപ്പിച്ച ഒരു മത്സരമായിരുന്നു 2004 ഏതൻസ് ഒളിമ്പിക്സിൽ രാജവർദ്ധൻ സിംഗ് റാത്തോഡ് ഡബിൾ ട്രാപ്പ് ഷൂട്ടിങ്ങിൽ വെള്ളി മെഡൽ നേടിയത്. അതിനുശേഷം 2008 അപ്പോൾ രാജവർദ്ധൻ സിംഗ് റാത്തോഡായിരുന്നു ആദ്യമായിട്ട് ഷൂട്ടിങ്ങിൽ മെഡൽ കിട്ടിയത് എന്ന് ഓർക്കാം. അത് കഴിഞ്ഞ് 2008 ഇന്ത്യയുടെ വ്യക്തിഗത ഒളിമ്പിക് സ്വർണ്ണ മെഡൽ 10 മീറ്റർ എയർ റൈഫിളിൽ അഭിനവ് ബിന്ദ്ര, അതായത് ഷൂട്ടിങ്ങിൽ തന്നെ 2ാമത്തെ മെഡലാണ്. പക്ഷേ വ്യക്തിഗത ഒളിമ്പിക് സ്വർണ്ണ മെഡലായിട്ട് ആദ്യമായിട്ടായിരുന്നു. അത് അഭിനവ് ബിന്ദ്രയായിരുന്നു.
പിന്നെ ഗുസ്തിയിൽ 2 വെങ്കലവും പിന്നെ 3 മെഡലായിട്ടായിരുന്നു അന്ന് ഇന്ത്യ ഒളിമ്പിക്സ് 2008 ബീജിങ്ങിൽ. ഇനി 2012 ലണ്ടൻ ഒളിമ്പിക്സ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ 6 മെഡലുകൾ, അതായത് 2 വെള്ളിയും 4 വെങ്കലവും നേടി ആകെ മെഡലുകളുടെ കാര്യത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു മത്സരമായിരുന്നു 2012 ലണ്ടൻ ഒളിമ്പിക്സ്. ഇതിൽ സുശീൽ കുമാറിൻ്റെ ഗുസ്തിയിൽ വെള്ളിയും ഷൂട്ടിങ്ങിൽ വിജയ് കുമാറിൻ്റെ വെള്ളിയും ശ്രദ്ധേയമായ നേട്ടങ്ങളായിരുന്നു. ഇപ്പോൾ 2 വെങ്കലവും 2 വെള്ളിയും ഉൾപ്പെടെ 6 മെഡലുകൾ, 4 വെങ്കലവും ഉൾപ്പെടെ 6 മെഡലുകൾ നേടിയിട്ട് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ മികച്ച ഒരു പെർഫോമൻസ് ആയിരുന്നു 2012 ലണ്ടൻ ഒളിമ്പിക്സ്. അത് കഴിഞ്ഞ് റിയോ ഒളിമ്പിക്സ് 2016. അപ്പോൾ ഈ ഒരു വർഷങ്ങളൊക്കെ ഇനി അതിൻ്റെ വേദികളും ശ്രദ്ധിക്കണം. 2016 മുതൽ 2012 ലണ്ടൻ ഒളിമ്പിക്സ്, 2016 റിയോ ഒളിമ്പിക്സ്. അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്താ? ബാഡ്മിൻ്റണിൽ വെള്ളി മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയായിട്ട് PV സിന്ധു മാറി. അതുകൂടാതെ സാക്ഷി മാലിക്കിന് ഗുസ്തിയിൽ വെങ്കലം നേടി. അങ്ങനെ ഇന്ത്യയിൽ മെഡൽ നിലവാരത്തിൽ ഒരു സ്ത്രീ സാന്നിധ്യം ഗണ്യമായിട്ട് കണ്ട ഒരു മാച്ചായിരുന്നു 2016 റിയോ ഒളിമ്പിക്സ്. എന്താണ് അതിലെ മെയിൻ പോയിൻ്റ്? ബാഡ്മിൻ്റണിൽ ഇന്ത്യൻ വനിത ആദ്യമായിട്ടൊരു വെള്ളി മെഡൽ നേടുന്ന ഇന്ത്യൻ വനിതയായിട്ട് PV സിന്ധു മാറി. പിന്നെ സാക്ഷി മല്ലിക് ഗുസ്തിയിൽ വെങ്കല മെഡലും നേടി. ഇനി 2020 ടോക്കിയോ ഒളിമ്പിക്സ്. അതിനൊരു പ്രത്യേകതയുണ്ട്. എന്തായിരുന്നു? നമ്മുടെ COVID-19 ഇതായിട്ട് മാറ്റപ്പെട്ടിട്ടുള്ള ഒരു ഒളിമ്പിക്സ് ആയിരുന്നു. അത് 2021 നടന്നതെങ്കിലും 2020 ടോക്കിയോ ഒളിമ്പിക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയ്ക്ക് സ്വർണം കിട്ടിയത് ആ ഒരു ഇതിലായിരുന്നു. അപ്പോൾ അങ്ങനെ അത്ലറ്റിക്സിൽ ഒളിമ്പിക് സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യ അത്ലറ്റായിട്ട് നീരജ് ചോപ്ര മാറി. ഇതുകൂടാതെ ഭാരോദ്വഹനത്തിൽ മീരാബായി ചാനു വെള്ളി നേടി. അപ്പോൾ 2020 ടോക്കിയോ ഒളിമ്പിക്സ് നടന്നത് 2021 പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര സ്വർണം നേടി. അത്ലറ്റിക്സിൽ ഒളിമ്പിക് സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ അത്ലറ്റായിട്ട് അങ്ങനെ നീരജ് ചോപ്ര മാറി. ഭാരോദ്വഹനത്തിൽ മീരാബായി ചാനു വെള്ളി നേടി. ഇനി ജപ്പാനിലെ ടോക്കിയോയിൽ ആണ് ഇത് നടന്നത്. ആദ്യം ഷെഡ്യൂൾ ചെയ്ത് 2020 പിന്നെ അത് നമ്മുടെ COVID-19 കാരണം മാറ്റി. പിന്നെ അതിൽ വേറെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? അതിൽ കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ട് കാണികളുടെ അഭാവത്താലായിരുന്നു അന്നും മത്സരങ്ങൾ നടന്നത്. ഇനിയാണ് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് CA ആയിട്ട് നമുക്ക് പറയാനുള്ളത് 2024 പാരീസ് ഒളിമ്പിക്സ്. ഇതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ഒളിമ്പിക്സ്. അപ്പോൾ ഇത് 33ാം പതിപ്പായിരുന്നു. ഒളിമ്പിക്സിൻ്റെ 33ാം പതിപ്പായിരുന്നു. 2024 ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 11 വരെയായിരുന്നു അതിൻ്റെ കാലം, ആ ഒരു ഗെയിംസിൻ്റെ കാലം. അപ്പോൾ ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 11 വരെ 2024 ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 11 വരെ 33ാം പതിപ്പ്. ഇനി ഇതിൻ്റെ മെയിൻ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്റ്റേഡിയത്തിന് പുറത്ത് വെച്ച് ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങ് നടന്നത് ആ ഒരു ഒളിമ്പിക്സിലായിരുന്നു. 2024 പാരീസിലായിരുന്നു. അപ്പോൾ സ്റ്റേഡിയത്തിന് പുറത്ത് വെച്ചിട്ടായിരുന്നു ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങ് നടന്നത്. പിന്നെ ഇതിൽ നമുക്ക് പറയാനുള്ളത് ദീപം കൊളുത്തിയത് ടെഡി റെയ്നറും മേരി ജോസ് പെരക്കുമാണ്. അപ്പോൾ ടെഡി റെയ്നർ എന്ന് പറഞ്ഞാൽ ഒരു ജൂഡോ താരമാണ്, ഫ്രഞ്ചിൻ്റെയാണ്. മേരി ജോസ് പെരക്ക് ഇത് ഫ്രഞ്ച് താരം തന്നെയാണ്, ട്രാക്ക് ആൻഡ് ഫീൽഡ് താരമാണ്. അപ്പോൾ ഫ്രാൻസിൽ വെച്ചിട്ടല്ല നടന്നത്. അപ്പോൾ ഫ്രാൻസിലെ 2 ഗെയിമേഴ്സാണ് ദീപം കൊളുത്തിയത്. അത് ടെഡി റെയ്നറും അതുപോലെ മേരി ജോസ് പെരക്കുമാണ്. ഇനി ഭാഗ്യചിഹ്നം ഫ്രിജസ് എന്ന ചിഹ്നമായിരുന്നു ഭാഗ്യചിഹ്നം. മുദ്രാവാക്യം ഗെയിംസ് വൈഡ് ഓപ്പൺ. ഗെയിംസ് വൈഡ് ഓപ്പൺ ആയിരുന്നു മുദ്രാവാക്യം. അപ്പോൾ ഭാഗ്യചിഹ്നം ഫ്രിജസ്, അതുപോലെ മുദ്രാവാക്യം ഗെയിംസ് വൈഡ് ഓപ്പൺ. ഇനി ഒളിമ്പിക് ഗാനം രചിച്ചത് വിക്ടർ ലെ മാഗ്നെ. പരേഡ് എന്നാണ് ആ ഒളിമ്പിക് ഗാനത്തിൻ്റെ പേര്. രചിച്ചത് വിക്ടർ ലെ മാഗ്നെ. ഇനി ആകെ പങ്കെടുത്തത് 206 രാജ്യങ്ങളായിരുന്നു ആകെ പങ്കെടുത്തത്. 206 രാജ്യങ്ങൾ. പ്രധാന വേദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാൻസിലെ ഏറ്റവും വലിയ സ്റ്റേഡിയം ആയിട്ടുള്ള സ്റ്റേഡ് ഡി ഫ്രാൻസ് അവിടെയായിരുന്നു പ്രധാന വേദി. അപ്പോൾ നമുക്കതൊന്നും കൂടി നോക്കാം.
എന്തായിരുന്നു ആദ്യം പറഞ്ഞ ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്റ്റേഡിയത്തിന് പുറത്ത് വെച്ച് ഒളിമ്പിക് ഉദ്ഘാടന ചടങ്ങ് നടന്നതും. പിന്നെ ദീപം കൊളുത്തിയത് ടെഡി റെയ്നറും മേരി ജോസ് പെരക്കും. ഭാഗ്യചിഹ്നം ഫ്രിഡ്ജസ്. മുദ്രാവാക്യം ഗെയിംസ് വൈഡ് ഓപ്പൺ. ഒളിമ്പിക് ഗാനം രചിച്ചത് വിക്ടർലെ മാഗ്നെ. ഗാനം പരേഡ്. ആകെ പങ്കെടുത്ത രാജ്യങ്ങൾ 206. പ്രധാന വേദി സ്റ്റേഡ് ഡി ഫ്രാൻസ്. ഇനി പാരീസ് ഒളിമ്പിക്സിൽ നിന്നും അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ വിലക്ക് നേരിടേണ്ടി വന്ന രാജ്യങ്ങളാണ് റഷ്യയും ബെലാറസും. പിന്നെ മാലിന്യമുക്തമാക്കിയ പാരീസിലെ നദി, ഈ ഒളിമ്പിക്സിനോടനുബന്ധിച്ച് മാലിന്യമുക്തമാക്കിയ നദി ചോദിച്ചാൽ സീൻ നദിയൊക്കെ ഈ ഉദ്ഘാടന സമയത്തേക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നദിയായിരുന്നു സീൻ നദി. ഇനി പാരീസ് ഒളിമ്പിക്സ് ആദ്യ സ്വർണം നേടിയ രാജ്യം ചോദിച്ചാൽ ചൈനയായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ട് വിജയികൾക്ക് ക്യാഷ് അവാർഡ് നൽകിയ ഒളിമ്പിക്സ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ പാരീസ് ഒളിമ്പിക്സ് ആണ്. സ്വർണ്ണ മെഡൽ ജേതാവിന് $50,000 സമ്മാനത്തുക. വെള്ളി, വെങ്കലം എന്നിവയ്ക്ക് പാരിതോഷികമില്ല. ഇനി പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന അത്ലറ്റുകൾക്ക്, ആ രാജ്യത്തിൻ്റെ അത്ലറ്റുകൾക്ക് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യമാണ് ഉക്രൈൻ. ഇനി നമ്മുടെ ഇന്ത്യയിലെ ഹൈലൈറ്റ്സ് നോക്കാം. 2024 ഇന്ത്യയിൽ 117 താരങ്ങൾ പോയായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത കായിക ഇനം ചോദിച്ചാൽ അത്ലറ്റിക്സിലായിരുന്നു. കായിക സംഘത്തിൻ്റെ തലവൻ ഗഗൻ നരങ്. ഷൂട്ടിങ്ങിൻ്റെ ഒരു താരമാണ് ഗഗൻ നരങ്. ഏറ്റവും പ്രായം കുറഞ്ഞ താരം ദിനിതി ദേശിൻഗു, 14 വയസ്സ്. നീന്തൽ താരമാണ്, കർണാടകയിൽ നിന്നും ഉള്ളതാണ്. 14 വയസ്സുള്ള നീന്തൽ താരമാണ് ദിനിതി ദേശിൻഗു. ഇനി പ്രായം കൂടിയ താരം ചോദിച്ചാൽ അത് രോഹൻ ബൊപ്പണ്ണയാണ്, 44 വയസ്സ്. ടെന്നീസ്, കർണാടകയിൽ നിന്നുള്ള താരം, 44 വയസ്സ്, ടെന്നീസാണ്. ഇനി ഉദ്ഘാടന ചടങ്ങിൽ പതാക ഏന്തിയത് ആരൊക്കെയാണെന്ന് വെച്ചാൽ PV സിന്ധുവും അതുപോലെ ശരത് കമാൽ അജന്തയാണ്, അല്ലെങ്കിൽ അജന്ത ശരത് കമാൽ ഇങ്ങനെയും പറയുക. ടേബിൾ ടെന്നീസ് താരമാണ്. ഉദ്ഘാടന ചടങ്ങിൽ PV സിന്ധുവും അതുപോലെ അജന്ത ശരത് കമാൽ. ഇനി സമാപന ചടങ്ങിൽ പതാക ഏന്തിയത് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ PR ശ്രീജേഷും അതുപോലെ മനു ബാക്കറുമാണ്. അപ്പോൾ ഈ മനു ബാക്കറിന് കുറേ പ്രത്യേകതകളുണ്ട്, അതുകൊണ്ടാണ് അവർക്കിത് കിട്ടിയത്, ഇങ്ങനെ പതാക ഏന്താനുള്ള അവസരം കിട്ടിയത്. അതുകൂടാതെ PR ശ്രീജേഷ് ഈ ഒരു ഒളിമ്പിക്സോട് കൂടി ഹോക്കിയിൽ നിന്നും വിരമിക്കുകയും ചെയ്തു. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അത് താഴോട്ട് പോകുമ്പോൾ വായിക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു ബോക്സ് ചെയ്ത് വെച്ചാക്കിയാണ് മനു ബാക്കർ എന്തിലൊക്കെയാണ് ഫേമസ് എന്നും. അത് ഷൂട്ടിംഗ് താരമാണ്. അപ്പോൾ ഈ മനു ബാക്കർ കൂടെ സരബ്ജോത് സിംഗും കൂടി ചേർന്ന് മിക്സ്ഡ് ആയിട്ടുള്ള ആ ഒരു മത്സരം 10 മീറ്റർ എയർ പിസ്റ്റൽ മിക്സ്ഡ് ടീമിൽ വെങ്കലം കിട്ടി. അപ്പോൾ മനു ബാക്കറും സരബ്ജോത് സിംഗും 10 മീറ്റർ എയർ പിസ്റ്റൽ മിക്സ്ഡ് ടീമിനത്തിൽ വെങ്കലം നേടി. മനു ബാക്കർ സിംഗിളായിട്ട് വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൽ ഇനത്തിൽ വെങ്കലവും നേടി. അപ്പോൾ 10 മീറ്റർ ആയിരുന്നു മനു ബാക്കറിൻ്റെ എന്ന് ഓർക്കാം. അത് മിക്സ്ഡിൽ വെങ്കലവും അതുപോലെ വനിതകളിലും വെങ്കലം കിട്ടി മനു ബാക്കറിന്. ഇന്ത്യൻ ഹോക്കി ടീമിന് വെങ്കലം കിട്ടി, അത് പുരുഷ ഹോക്കി ടീമിന് വെങ്കലം കിട്ടി. പിന്നെ നീരജ് ചോപ്രയ്ക്ക് വെള്ളി കിട്ടി, അത് പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിലായിരുന്നു. ഫസ്റ്റ് നമ്മുടെ സ്വർണം കിട്ടിയത് ആ ഒരു കളിയിൽ പാകിസ്ഥാനി താരത്തിനായിരുന്നു. അപ്പോൾ സ്വപ്നിൽ കുസാലെ വെങ്കലം, അത് റൈഫിൽ 50 മീറ്റർ റൈഫിൽ 3 പൊസിഷനുകളിൽ, പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൽ 3 പൊസിഷനുകളിൽ വെങ്കലം നേടിയ ഒരു താരമാണ് സ്വപ്നിൽ കുസാലെ, വെങ്കലമായിരുന്നേ. ഇനി അമൻ സെഹ്റാവത്ത് ഗുസ്തി 57 കിലോ ഫ്രീ സ്റ്റൈലിൽ പുരുഷന്മാരുടെ അമൻ സെഹ്റാവത്ത് വെങ്കലവും നേടി. അപ്പോൾ ഇത്രയും താരങ്ങളാണ് നമുക്ക് ഈ ഒരു വർഷം ഉള്ളത്. മനു ബാക്കർ ആൻഡ് സരബ്ജോത് സിംഗ് വെങ്കലം, മനു ബാക്കർ വെങ്കലം, ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം വെങ്കലം, നീരജ് ചോപ്ര വെള്ളി, സ്വപ്നിൽ കുസാലെ വെങ്കലം, അമൻ സെഹ്റാവത്ത് വെങ്കലം. 57 ഗുസ്തി ടീമിലായിരുന്നു. ഇനി 2024 ഈ അക്രഡിറ്റേഷൻ കാർഡ് ദുരുപയോഗം ചെയ്തതിനെ തുടർന്ന്
ബാങ്ക് കിട്ടിയിട്ടുള്ള ഒരു ഇന്ത്യൻ താരമാണ് അന്തിം പെങ്കൽ ഗുസ്തി താരമാണ് അന്തിം പെങ്കൽ. ഇനി പാരീസ് ഒളിമ്പിക്സോടെ വിരമിക്കൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. PR ശ്രീജേഷ് ഹോക്കി, അതുകൂടാതെ വിനേഷ് ഫോഗട്ട് ഗുസ്തി, ഇവർ രണ്ടുപേരും പാരീസ് ഒളിമ്പിക്സോടെ വിരമിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഇനി നമ്മുടെ അന്താരാഷ്ട്ര ഒളിമ്പിക് ടീമിൻ്റെ പരമോന്നത പുരസ്കാരമായിട്ടുള്ള ഒളിമ്പിക് ഓർഡറിന് അർഹനായിട്ടുള്ള ഇന്ത്യൻ ഷൂട്ടിംഗ് താരമായിരുന്നു അഭിനവ് ബിന്ദ്ര. ഇനി ഇതിൽ നമുക്ക് നോക്കാനുള്ള ഒരു പോയിൻ്റാണ് പാരീസ് ഒളിമ്പിക്സിലെ മലയാളി സാന്നിധ്യം. അത് മാത്രം ഒന്ന് എടുത്തു നോക്കാം. അതായത് ഇതിൽ മെഡൽ കിട്ടിയിട്ടുണ്ടാവണമെന്നൊന്നുമില്ല, പക്ഷേ മലയാളികളായിട്ട് ആരൊക്കെ മുന്നോട്ട് വന്നു എന്നുള്ളത് നോക്കാം. 7 പേരാണ് ഉണ്ടായിരുന്നത്. അതിലൊന്നാമത്തത് നമ്മുടെ PR ശ്രീജേഷ്, പുരുഷ ഹോക്കി ടീമിന് വെങ്കലം കിട്ടിയ ടീമിലുണ്ടായിരുന്നു PR ശ്രീജേഷ്. ഇനി അദ്ദേഹം ഈ ഒളിമ്പിക്സോടുകൂടി റിട്ടയറായി. ഇനി ബാഡ്മിൻ്റൺ താരമായിട്ടുള്ള HS പ്രണോയ്, ട്രിപ്പിൾ ജംപ് താരമായിട്ടുള്ള അബ്ദുള്ള അബൂബക്കർ, പിന്നെ റിലേ താരങ്ങൾ 4x400 റിലേ താരങ്ങൾ മുഹമ്മദ് അജ്മൽ, മുഹമ്മദ് അനസ്, അമോജ് ജേക്കബ്, മിജോ ചാക്കോ കുര്യൻ, ഇവർ 4 പേരും. അപ്പോൾ മുഹമ്മദ് അജ്മൽ, മുഹമ്മദ് അനസ്, അമോജ് ജേക്കബ്, മിജോ ചാക്കോ കുര്യൻ. കൂടാതെ ട്രിപ്പിൾ ജംപ് താരമായിട്ടുള്ള അബ്ദുള്ള അബൂബക്കർ, ബാഡ്മിൻ്റൺ താരമായിട്ടുള്ള HS പ്രണോയ്, ഹോക്കി താരമായിട്ടുള്ള PR ശ്രീജേഷ്. അങ്ങനെ 7 പേരായിരുന്നു നമ്മുടെ പാരീസ് ഒളിമ്പിക്സിലെ മലയാളി താരങ്ങളായിട്ട് സാന്നിധ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹോട്ട് ടോപ്പിക്ക് ഫസ്റ്റ്. ഇത് ഫുള്ളും ഒന്നും കൂടി 2x ഇട്ട് കേൾക്കാം. ആദ്യമായിട്ട് ഞാൻ ഇങ്ങനൊരു ടോപ്പിക്ക് മാരത്തോൺ പോലെ എടുക്കുന്നതിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ഈ ക്ലാസ്സിലുണ്ട്. കുറേ വെള്ളികൾ വീണിട്ടുണ്ട്, അതൊക്കെ ക്ഷമിക്കുന്നു വിചാരിക്കുന്നു. ക്ലാസ് നന്നായിട്ട് ഒന്നും കൂടിയൊക്കെ കേൾക്കുക. കുറേ പോയിൻറ്റ്സ് വന്നിട്ടുണ്ട്, അതൊക്കെ ഒന്നും കൂടി നോക്കാം. അപ്പോൾ അടുത്ത ഹോട്ട് ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.